ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ഇന്നത്തെ എന്റെ ഡെയിലി വ്ളോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂല്ലേ ഞാൻ അതേ കുളിച്ചൊരുങ്ങി നിൽക്കുമല്ലേ എന്ന്. എങ്ങോട്ടാ പോന്നേന്നല്ലേ? അതെ, നമ്മൾ ഇന്ന് ടാറ്റ പോവാണ് കേട്ടോ. അപ്പൊ അത് എങ്ങോട്ടാ പോകുന്നതെന്ന് വഴിയേ പറഞ്ഞു തരാവേ. കുറച്ച് ദൂരെയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ തിരുവനന്തപുരത്തേക്കാണേ പോകുന്നത്. നമ്മൾ ഇന്നൊരു അമ്പലത്തിലേക്കാണേ പോകുന്നത്. അപ്പൊ എന്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ കുളിച്ചിരിക്കുന്ന ഞാൻ കൊല്ലത്തുനിന്ന് ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ നമ്മളിവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, ആഴിമല ടെമ്പിളിൽ വരണമെന്ന്. അങ്ങനെ ആ ആഗ്രഹം ഞാനിവിടെ സാധിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ റീലിലൊക്കെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്കും വരണം. ഞാൻ ഒന്നാമത് ശിവഭക്തിയായിട്ടോ, ഞാൻ കടുത്ത ശിവഭക്തിയാണ്. അപ്പൊ എന്റെ ആഗ്രഹം ഞാനിങ്ങനെ സാധിച്ചിരിക്കുന്നത്. ഞാനിവിടെ കറക്റ്റ് സമയത്താണ് കേട്ടോ വന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വന്ന് അമ്പലത്തിലൊക്കെ തൊഴുത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലം അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലായിടത്തും ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത അമ്പലം, ഈ വിഗ്രഹത്തിന്റെ അടുത്തല്ല, ഇതിന്റെ അടുത്ത അമ്പലം. എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ വന്നത്. എന്റെ കൂടെ ഫ്രണ്ടും ഉണ്ട്. അവന് വീഡിയോക്കകത്ത് വരുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് അവനെ കാണിക്കാത്തത്. അവനാണ് കേട്ടോ എന്റെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ. എന്റെ ബേസ്റ്റ് ഫ്രണ്ടാണ് അവൻ. അങ്ങനെ കുറച്ച് നേരം ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല. മുകളിൽ നിന്നിട്ടുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയാട്ടോ. ആ കടലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നേ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എടുത്തു പറയേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, കേവിൽ എക്സ്പീരിയൻസ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അവിടെ കയറുമ്പോഴത്തേക്കുള്ള പ്രത്യേക ഒരു ഫീൽ ആട്ടോ. മനസ്സ് ഭയങ്കര ശാന്തമായിരിക്കും. അവിടെ നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല കേട്ടോ. ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ ആ കേവിൽ എക്സ്പീരിയൻസ്. അവിടുന്ന് കിട്ടിയ രുദ്രാക്ഷാണ് കേട്ടോ നമ്മുടെ കയ്യിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്ത് ഭംഗിയാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ ശരിക്കും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ എവിടെ പോകണമെന്ന് ആഗ്രഹിച്ചാലും എന്റെ കൂടെ ഉടനെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ദേണ്ട ബീച്ചിലേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ നിൽക്കുമായിരുന്നു. കുറേന്ന് വെച്ചാൽ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് തിരയണി കളിക്കായിരുന്നു കേട്ടോ. അത്രയും നേരം വെയിൽ കൊണ്ടിട്ട് ഈ കടലിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഫീല് വേറെയാണ് കേട്ടോ. കാരണം അത്രയും ചൂടല്ലേ. അപ്പോഴത്തേക്കും വെള്ളം വന്ന് നമ്മുടെ കാലോട്ട് വീഴുമ്പോൾ എന്ത് സുഖമാണ്. അങ്ങനെ കുറേ നേരം അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം കടലിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നേണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴത്തേ വ്രതം പിടിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേ വ്രതം മുറിക്കണ്ടേ. അങ്ങനെ വേണ്ട മന്തി വാങ്ങി കേട്ടോ. അങ്ങനെ മന്തി കഴിച്ച് വ്രതം മുറിച്ചിട്ടുണ്ട്. മന്തി നമുക്ക് മസ്റ്റ് ആണല്ലോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നീണ്ട കുറച്ച് കുപ്പിവെള്ളം വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു കേട്ടോ. കുപ്പിവെള്ളം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് നല്ല ഭ്രാന്താണ് കേട്ടോ. അമ്മയുടെ നിന്ന് കിട്ടിയതാണ് ഈ ഭ്രാന്ത്. അമ്മയ്ക്കും കുപ്പിവെള്ളങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ വേണ്ട ഞാൻ എനിക്കും അനിയത്തിക്കും അമ്മയ്ക്കും വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാവേ. ടാറ്റാ ബൈ ബൈ, സീ യു.